സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ പത്തനംതിട്ട കോന്നി അടവി ഇക്കോ ടൂറിസം സെന്ററിലെത്തുന്നവർ വനം വകുപ്പിന്റെ ആരണ്യകം കഫേയിൽ കയറി ഭക്ഷണവും കഴിച്ചേ മടങ്ങിപ്പോകാറുള്ളൂ. ആരണ്യകം കഫേയിൽ നിന്നും മികച്ച വരുമാനമാണ് വനം വകുപ്പിന് ലഭിക്കുന്നത്. ലക്ഷങ്ങൾ പ്രതിമാസം വരുമാനമുണ്ടെങ്കിലും ആരണ്യകം കഫേയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ വനം വകുപ്പ് തയ്യാറാകുന്നില്ല. ജീവനക്കാർ ഭക്ഷണം പാകം ചെയ്യുന്നത് കഫേക്ക് പുറത്ത് അടുപ്പുകല്ല് കൂട്ടിയാണ്. മേൽക്കൂര ചോർന്ന് തറയിൽ വെള്ളം വീഴാതിരിക്കാൻ കഫേക്കുള്ളിൽ പാത്രങ്ങൾ നിരത്തി വെക്കേണ്ട അവസ്ഥയാണ്. കോന്നി അടവി ഇക്കോ ടൂറിസം സെന്ററിലെ ആരണ്യകം കഫേയുടെ അവസ്ഥയാണിത്. മഴ പെയ്താൽ ചോർന്നൊലിക്കും. കഫേയിലിരുന്ന് മുകളിലോട്ട് നോക്കിയാൽ കാണുന്നത് ഇതാണ്. മേൽക്കൂരയുടെ ഒരു ഭാഗം ടാർപോളിൻ വിരിച്ചിരിക്കുന്നു. ഇനി കഫേയുടെ ഒരു വശത്തേക്ക് നോക്കിയാൽ പുറത്ത് അടുപ്പുകല്ല് കൂട്ടിവെച്ചിരിക്കുന്നത് കാണാം. പാചകം ഇവിടെയാണ്. വരുമാനം ധാരാളം ലഭിച്ചിട്ടും ആരണ്യകം കഫേക്കായി വനം വകുപ്പ് ഒന്നും ചെയ്യുന്നില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. അവർ ബോധപൂർവമായി ഇതിന് കാലതാമസം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഈ തണ്ണിത്തോട് പോലുള്ള ഒരു ഗ്രാമത്തിന്റെ ഏറ്റവും സൗന്ദര്യം നൽകുന്ന ഒരു സ്ഥലമാണിത്. ഈ ഒരു സംരംഭം മുൻനിരയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ബോധപൂർവമായി ശ്രമിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സീസൺ സമയത്ത് പ്രതിദിനം 10,000 രൂപ മുതൽ 13,000 രൂപ വരെ കഫേയിൽ വരുമാനമുണ്ട്. പ്രതിമാസം 3 ലക്ഷത്തിലധികം രൂപ ലഭിക്കും. കഫേയുടെ ശോച്യാവസ്ഥ മൂലം ഇപ്പോൾ വരുമാനം കുറവാണ്. ഇവിടെ മഴ പെയ്താൽ വെള്ളക്കെട്ടാവുകയും വേണ്ടത്ര രീതിയിലുള്ള ഒരു ഫെസിലിറ്റീസും നിലവിൽ ഈ സ്ഥാപനത്തിലില്ല. ലക്ഷക്കണക്കിന് രൂപ വരുമാനം ഇത് ഫോറസ്റ്റ് വകുപ്പിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. അടവി ഇക്കോ ടൂറിസം സെന്ററിലെ ഹട്ടുകളിൽ താമസിക്കുന്ന വിനോദസഞ്ചാരികൾക്ക് ഭക്ഷണം തയ്യാറാക്കി നൽകുന്നത് ആരണ്യകം കഫേയിൽ നിന്നാണ്. കഫേയിൽ ടോയ്ലറ്റ് സംവിധാനമില്ല. 2 ബാച്ചുകളിലായി 7 വനിതകളാണ് കഫേയിൽ ജോലി ചെയ്യുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയാൽ കൂടുതൽ വിനോദസഞ്ചാരികൾ ഈ ആരണ്യകം കഫേയിലേക്ക് എത്തുകയും അങ്ങനെ ലക്ഷങ്ങളുടെ വരുമാനം വനം വകുപ്പിന് ലഭിക്കുകയും ചെയ്യും. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.